നമുക്കറിയാം, ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാണ്. ഈ മഹാനേട്ടത്തിന് പിന്നിലുള്ള കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥ എന്ന് പറയുന്നത് ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന യുഗപ്രഭാവനായ മനുഷ്യനാണ്. വർഗീസ് കുര്യൻ്റെയും അമുൽ എന്ന ലോകോത്തര ബ്രാൻഡിൻ്റെയും ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായതിൻ്റെയും ഒക്കെ ആ ചരിത്രം ഓരോ തലമുറയും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാപാഠപുസ്തകമാണ്. ശാസ്ത്രവും സാങ്കേതിക ജ്ഞാനവും സമർപ്പണവും രാജ്യസ്നേഹവും മാനേജ്മെൻറ്റും എല്ലാം ഒത്തുചേർന്ന ആ ഇതിഹാസ തുല്യമായ ചരിത്രമാകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ആത്മകഥയായ ഐ ടു ഹാഡ് എ ഡ്രീം എന്ന ഒരു പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ ലഭിക്കുന്ന ഒരു പുസ്തകവുമാണ്. നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്ത് നിങ്ങൾ തരുന്ന ഈ പിന്തുണ തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് എളിമയായി അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നും ഉറപ്പുവരുത്തുക. വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം എന്നും അഭ്യർത്ഥിക്കുന്നു. 1921 കോഴിക്കോട്ടെ വളരെ സമ്പന്നമായ ഒരു ലത്തീൻ കത്തോലിക്ക കുടുംബത്തിൽ വർഗീസ് കുര്യൻ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളിൽ. അന്ന് കോഴിക്കോട് ബ്രിട്ടീഷ് ഭരണകാലത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ അദ്ദേഹം മദ്രാസിലെ ലയോള കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും തുടർന്ന് വിഖ്യാതമായ ഗിണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി. അതേ തുടർന്ന് അക്കാലത്തെ പ്രതിഭാശാലികളായ ചെറുപ്പക്കാരുടെ സ്വപ്നതുല്യമായ ജോലിയായിരുന്ന ജാംഷഡ്പൂർ ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ അദ്ദേഹം അപ്രൻറ്റീസായി കയറി. അക്കാലത്തൊരു ചെറുപ്പക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലിയാണത്. മെറ്റലർജിയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തത്. എന്നാൽ ഭാരതത്തിൻ്റെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന മലയാളിയായ ഉഗ്രപ്രതാപിയായ ജോൺ മത്തായി അവിടെ സന്ദർശിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിധി മാറിമറിയുകയായിരുന്നു. ജോൺ മത്തായി കുര്യൻ്റെ മാതുലൻ കൂടിയാണ്. ജോൺ മത്തായിയുടെ അനന്തരവൻ എന്ന ആ ഒരു ഇമേജ്, ആ ഒരു ലേബൽ ആ ജാംഷഡ്പൂർ സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ പരന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എന്തിന് മേലുദ്യോഗസ്ഥർ വരെ കുര്യനോട് വളരെ താഴ്മയോടും എളിമയോടും കൂടി പെരുമാറാൻ തുടങ്ങി. കാരണം ജോൺ മത്തായിയുടെ അനന്തരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ തങ്ങളുടെ മേലുദ്യോഗസ്ഥനൊക്കെ ആകാൻ പോകുന്ന ആളാണ് എന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തോട് ഈ സഹപ്രവർത്തകർ പെരുമാറാൻ തുടങ്ങിയത്. അത് കുര്യൻ്റെ ആത്മാഭിമാനത്തിന് വലിയ ഒരു മുറിവാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം ആ ജോലി അവിടെ നിന്ന് രാജിവെക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, അക്കാലത്തെ എന്നല്ല എക്കാലത്തെയും ഈ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു കരിയറാണ് ഈ ടാറ്റ സ്റ്റീലിലേത്. അത് അദ്ദേഹം കേവലം 21-22 വയസ്സുള്ളപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുകയാണ്. അന്ന് ഭാരതം സ്വതന്ത്രമായിട്ടില്ല. അപ്പോൾ അദ്ദേഹം സർക്കാരിലേക്കൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. അങ്ങനെ അമേരിക്കയിൽ ഉപരിപഠനത്തിനുള്ള ഒരു സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചത് ന്യൂക്ലിയർ സയൻസിലോ അല്ലെങ്കിൽ മെറ്റലർജിയിലോ ഒക്കെ ഒരു ഉയർന്ന ബിരുദം നേടി തിരിച്ച് ഭാരതത്തിൽ വന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലിൽ തന്നെയോ അല്ലെങ്കിൽ യൂണിയൻ കാർബൈഡിലോ അല്ലെങ്കിൽ ആണവ വകുപ്പിലോ ഒക്കെയുള്ള ഒരു കരിയറാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഇതുദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തതും. പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് അനുവദിച്ചത് ഡയറി സയൻസ് പഠിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഈ ഡയറി സയൻസുമായും ഡയറി ഇൻഡസ്ട്രിയുമായും അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അദ്ദേഹം പാൽ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ പോലുമല്ല. പക്ഷേ അദ്ദേഹത്തിന് അനുവദിച്ച സ്കോളർഷിപ്പ് ഡയറി സയൻസ് പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആ സ്കോളർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പക്ഷേ ചേർന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് തന്നെയാണ്, ന്യൂക്ലിയർ സയൻസ് സ്പെഷ്യലൈസേഷനോടുകൂടി. എന്നാൽ സ്കോളർഷിപ്പ് തന്ന സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഡയറി സയൻസ് ഒരു ചെറിയ ഉപവിഭാഗമായി പഠിക്കുകയും ചെയ്തു. ഫിസിക്സിൽ അന്ന് ലോകത്തിൽ വലിയ വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന കാലമാണ്.
ആൽബർട്ട് ഐൻസ്റ്റീൻ, പോൾ ഡിറാക്ക്, വെർണർ ഹൈസൻബർഗ് തുടങ്ങിയ ലെജൻഡുകൾ ശാസ്ത്രരംഗത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന സമയം, ഹോമി ഭാഭ അവിടെ നിന്നും അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന കാലം, ഇവിടെ ആണവ വകുപ്പിന് ബീജാവോപം തുടങ്ങിയ കാലം, കുര്യനെ പോലെയുള്ളൊരു ചെറുപ്പക്കാർക്ക് ആവേശകരമായൊരു സാഹചര്യം നിലനിൽക്കുന്ന കാലമാണത്. അങ്ങനെ പഠനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ വല്ല ആണവ വകുപ്പിലോ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലിലോ ഇന്ത്യൻ ഓയിലിലോ ഒക്കെ കയറി ഒരു മികച്ച കരിയറും മികച്ച ശമ്പളവും ഒക്കെ സ്വപ്നം കണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കൊടുത്തത് ഡയറി സയൻസ് പഠിക്കാനാണ്. അതുകൊണ്ട് ഇദ്ദേഹം ജോലി ചെയ്യേണ്ടത് ഡയറി മേഖലയിൽ തന്നെയാണ് എന്ന് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റും കൊടുത്തു. ഇത് അദ്ദേഹത്തിന് വളരെ വലിയ മാനസികമായ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്ക് ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞിരുന്നു. ഭാരതം 2 ശത്രു രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ജോൺ മത്തായി, മാതുലനായ ജോൺ മത്തായി ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററായി കഴിഞ്ഞിരുന്നു. പക്ഷേ ജോൺ മത്തായിയും ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. നിൻ്റെ കിടക്ക നീ വിരിച്ചതാണ്, അതിൽ നീ കിടന്നേ മതിയാകൂ എന്ന കർശനമായ തീരുമാനം അദ്ദേഹവും എടുത്തു. അതോടുകൂടി കുര്യന് വേറെ നിവൃത്തിയൊന്നുമില്ലാതായി. കാരണം ആ കാലത്തെ 30,000 രൂപയാണ് ഇദ്ദേഹത്തിന് സ്കോളർഷിപ്പായി സർക്കാർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് അനുസരിക്കുക എന്നുള്ളതല്ലാതെ കുര്യൻ്റെ മുമ്പിൽ ഒരു പോംവഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1949 മെയ് 13 അന്നത്തെ ബോംബെ പ്രവിശ്യ, ഇന്നത്തെ ഗുജറാത്ത്, അവിടുത്തെ ആനന്ദ് എന്ന എരുമച്ചാണകം മണക്കുന്ന ഒരു ഉറക്കം തൂങ്ങി പട്ടണത്തിൽ കുര്യൻ തീവണ്ടി ഇറങ്ങി. അവിടെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ഒരു പഴയ വെണ്ണ ഫാക്ടറിയിലേക്കാണ് സർക്കാർ അദ്ദേഹത്തെ നിയോഗിച്ചത്. അവിടെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. കുറച്ച് ജീവനക്കാർ അവിടെയുണ്ട്, പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഒരു സാധാരണ സർക്കാർ സംവിധാനം പോലെ ശമ്പളം മേടിച്ച് ഉണ്ടുറങ്ങി അതങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു സ്ഥാപനമായിരുന്നു അത്. അവിടെ ചെന്ന് ചീട്ട് കളിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, അതുമാത്രമായിരുന്നു കുര്യൻ്റെ ജോലി. പഴയ തകര ഷെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ മുറിയിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം സ്ഥിരമായി സർക്കാരിന് രാജിക്കത്തയക്കുക എന്നുള്ളതായിരുന്നു. ഓരോ രാജിക്കത്തും സർക്കാർ റിജക്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ തൻ്റെ വിധിയെ സ്വയം പഴിച്ച് ഉണ്ടുറങ്ങി അദ്ദേഹം ആ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി. അക്കാലത്ത് ഈ ആനന്ദ് ഉൾപ്പെടുന്ന ഗുജറാത്തിലെ കേറ ജില്ലയിലെ ക്ഷീര കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു. ബോംബെ ആസ്ഥാനമായ ഒരു പോൾസൺ ഡയറി ആയിരുന്നു ഇവരിൽ നിന്ന് പാൽ സംഭരിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് പാലിന് ശരിയായ വില കൊടുക്കില്ല, ആ ഉള്ള വില തന്നെ സമയത്ത് കൊടുക്കില്ല. അതുമാത്രവുമല്ല, ശീതകാലത്ത് വിൻ്റർ സീസണിൽ ഈ പശുക്കളും എരുമകളുമൊക്കെ കൂടുതൽ പാൽ ചുരത്തും. അങ്ങനെ കൂടുതൽ പാൽ ഉൽപ്പാദനമുണ്ടാകും. എന്നാൽ ആ അധികമായി വരുന്ന പാൽ സ്വീകരിക്കാൻ ഈ പോൾസൺ ഡയറി തയ്യാറല്ല. ഈ അധികമായി വരുന്ന പാൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയാൻ വയ്യ. അതിനുള്ള ഒരു സംവിധാനവും അവിടെയില്ല. എന്നാൽ വേനൽക്കാലത്ത് പശുക്കൾ പാൽ കുറച്ചേ ചുരത്തുകയുള്ളൂ, അന്ന് ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അങ്ങനെ കൊടുക്കേണ്ട അളവിലുള്ള പാൽ കൊടുക്കാതിരുന്നാൽ ഇവർ ഫൈൻ ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഈ പോൾസൺ ഡയറി അവിടുത്തെ പാവപ്പെട്ട കർഷകരെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ഒരു പരിഹാരമുണ്ടായേ പറ്റുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അടുത്ത അനുയായിയും വലങ്കയും ഒക്കെയായിരുന്ന ത്രിഭുവൻ ദാസ് പട്ടേൽ അവിടെ ഈ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വൻ പ്രക്ഷോഭം ആരംഭിച്ചു. പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു കാരണവശാലും പോൾസൺ ഡയറിക്ക് പാൽ കൊടുക്കില്ല എന്നവർ ഉറച്ചു തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു കാലം ആ സമരം അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ അവസാനം പോൾസൺ ഡയറി കീഴടങ്ങുക തന്നെ ചെയ്തു. പക്ഷേ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ സംഭരിച്ച് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്ത് വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനം, അവരുടേതായൊരു സംവിധാനം ഉണ്ടായേ തീരൂ എന്ന തിരിച്ചറിവിൽ നിന്ന് ത്രിഭുവൻ ദാസ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ KDCMPU എന്ന ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം ഉണ്ടായി. കേര ഡിസ്ട്രിക്ട് മിൽക്ക് മാർക്കറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് കർഷകരിൽ നിന്ന് പാൽ സംഭരിക്കുക, അവ വിതരണം ചെയ്യുക, അവർക്ക് ശരിയായ ന്യായമായ വില നൽകുക, ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ കുര്യൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആ പഴയ വെണ്ണ ഫാക്ടറി ഈ സൊസൈറ്റിക്ക് കൈമാറി. പക്ഷേ ആ ഡയറിയിലുണ്ടായിരുന്ന യന്ത്രങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അവ കാലഹരണപ്പെട്ടവയായിരുന്നു, പഴകിയവയായിരുന്നു. മാത്രമല്ല പല യന്ത്രങ്ങളും പ്രവർത്തിക്കുക പോലും ചെയ്യാത്തതായിരുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പുതിയ യന്ത്രങ്ങൾ,
പുതിയ പ്ലേറ്റ് പാസ്ചറൈസർ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ പാൽ പ്രോസസ്സ് ചെയ്യാനും വിതരണം ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ത്രിഭുവൻദാസ് പട്ടേൽ കർഷകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്തതും കടം വാങ്ങിയതുമൊക്കെയായ ഒരു 40,000 രൂപ, അന്നത്തെ 40,000 രൂപയാണ് 50കളിലെ, ആ 40,000 രൂപ കുര്യനെ ഏൽപ്പിച്ചു. എന്നിട്ട് ബോംബെയിൽ പോയി ഇവിടേക്ക് ആവശ്യമായ പ്ലേറ്റ് പാസ്ചറൈസറും മറ്റ് മെഷീനറികളുമൊക്കെ ഓർഡർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കുര്യൻ ഈ പണവും കൊണ്ട് ബോംബെയിൽ പോയി ഈ യന്ത്രങ്ങൾക്കെല്ലാം ഓർഡർ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം അവസാനം അയച്ച രാജിക്കത്ത് സർക്കാർ സ്വീകരിച്ചു. വളരെ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇതറിഞ്ഞ ത്രിഭുവൻദാസ് പട്ടേൽ ഞെട്ടിപ്പോയി. അദ്ദേഹം കുര്യനോട് പറഞ്ഞു, കുര്യൻ സാർ, നിങ്ങൾ ഇപ്പോൾ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പുതിയ യന്ത്രങ്ങൾ വരികയാണ്, അവ ഇൻസ്റ്റാൾ ചെയ്യണം, അവ പ്രവർത്തിപ്പിക്കണം, അത് പുതിയ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിന് ഡയറി സയൻസ് പഠിച്ച അങ്ങേപ്പോലൊരു ടെക്നോക്രാറ്റ് ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ യന്ത്രങ്ങൾ വന്ന് അവ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വരെയെങ്കിലും അങ്ങ് ഇവിടെ തുടരണം, ഒരു 6 മാസമെങ്കിലും അങ്ങ് ഇവിടെ നിൽക്കണം എന്ന് ത്രിഭുവൻദാസ് പട്ടേൽ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങി. ആ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിച്ചു, അവിടെ തുടരാൻ തീരുമാനിച്ചു. കാരണം ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും ആ ഒരു സാമൂഹ്യ ബോധം എന്താണെന്നുള്ളതും ഒക്കെ അടുത്തറിഞ്ഞ വ്യക്തിയാണ് കുര്യൻ. അതുകൊണ്ട് ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ വാക്കുകളെ നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ആനന്ദിൽ തുടരാൻ തീരുമാനിച്ചത്. പക്ഷേ കൂട്ടുകാരെ, അദ്ദേഹം തുടരാം എന്ന് സമ്മതിച്ച ആ ഒരു 6 മാസം കാലാവധിയുണ്ടല്ലോ, ആ 6 മാസം ഒരിക്കലും വന്നില്ല. അതെങ്ങനെയെന്നാണ് നമുക്കിനി പറയാനുള്ളത്. അങ്ങനെ യന്ത്രങ്ങൾ വന്നു, പ്ലേറ്റ് പാസ്ചറൈസർ വന്നു, കോൾഡ് സ്റ്റോറേജുകൾ വന്നു, ഡീപ്പ് ഫ്രീസറുകൾ വന്നു, ബോയിലറുകൾ വന്നു, അവയെല്ലാം അവിടെ സ്ഥാപിച്ചു, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ഈ പോൾസൺ ഡയറിയെ ഡിപ്പെൻഡ് ചെയ്യാതെ കർഷകർ സ്വന്തം സൊസൈറ്റിക്ക്, സ്വന്തം സഹകരണ സ്ഥാപനങ്ങളിലേക്ക് പാൽ കൊടുത്തു. അവർക്ക് കൃത്യമായ വില കിട്ടി. അവരുടെ ജീവിതം പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിച്ചു വന്നു. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. പറഞ്ഞല്ലോ, ഈ ശീതകാലത്ത് ഈ എരുമകളും പശുക്കളും ഒക്കെ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കും. ആ പാൽ സംഭരിച്ചേ പറ്റുകയുള്ളൂ. ആ സംഭരിച്ചത് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ലല്ലോ, ഇത് പാലല്ലേ. അപ്പോൾ അതിനെ പാൽപ്പൊടിയാക്കി മാറ്റി സൂക്ഷിക്കാനേ പറ്റുകയുള്ളൂ. അവിടെയും ഒരു പ്രശ്നമുണ്ട്. എരുമപ്പാൽ പാൽപ്പൊടിയാക്കി മാറ്റാൻ കഴിയില്ല. കാരണം എരുമപ്പാലിൻ്റെ രാസഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പാൽപ്പൊടിയാക്കി മാറ്റുന്ന പ്രോസസ്സിന് വഴങ്ങുന്നതല്ല അതിൻ്റെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ. അതുമാത്രവുമല്ല, അതിൻ്റെ കൊഴുപ്പ് വളരെ കൂടുതലുമാണ്. അദ്ദേഹം കുര്യൻ ലോകം മുഴുവനും അന്വേഷിച്ചു. എരുമപ്പാൽ പാൽപ്പൊടിയാക്കി മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു ലോകത്തിലെ വിഖ്യാതരായ ഡയറി ശാസ്ത്രജ്ഞന്മാരുടെ മുഴുവനും നിലപാട്. അതിനിടയിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ നെസ്ലയുടെ ഫാക്ടറിയിൽ പോയി നെസ്ലയുടെ അധികാരികളുമായി സംസാരിച്ചു. അവരും ഇതേ നിലപാടാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സാങ്കേതിക സഹകരണം ഉണ്ടാക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് ടെക്നോളജികൾ തരൂ, ഞങ്ങളിവിടെ പരീക്ഷിച്ച് നോക്കട്ടെ, പതുക്കെ പതുക്കെ ഞങ്ങളും ഡെവലപ്പ് ചെയ്യട്ടെ, ഞങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾക്കും തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ നെസ്ലെ അധികൃതർ കുര്യൻ്റെ അഭിപ്രായത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. ഇന്ത്യക്കാർക്ക് എന്ത് ടെക്നോളജി, അവർക്ക് ടെക്നോളജി വല്ലതും വഴങ്ങുമോ, നടക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് അപമാനിച്ചയക്കുകയാണ് ചെയ്തത്. ആ ഒരു വാശിയോടെ ആനന്ദിൽ തിരിച്ചെത്തിയ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഡയറി ശാസ്ത്രജ്ഞൻ ദയാലയും ചേർന്ന് ഈ എരുമപ്പാൽ പാൽപ്പൊടിയാക്കി മാറ്റിയേ പറ്റൂ, അതിനുള്ള സാങ്കേതികവിദ്യ നാം തന്നെ വികസിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്ന ഒരു ഉറച്ച തീരുമാനമെടുത്ത് അതിൻ്റെ പിന്നിൽ ഭ്രാന്ത് പിടിച്ച ഗവേഷണം തുടങ്ങി. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും അസാധ്യമെന്ന് വിലയിരുത്തിയ എരുമപ്പാൽ പാൽപ്പൊടിയാക്കുന്ന സാങ്കേതികവിദ്യ കുര്യനും ദയാലയും ചേർന്ന് ആനന്ദിൽ വികസിപ്പിച്ചെടുക്കുക തന്നെ ചെയ്തു. അങ്ങനെ എരുമപ്പാൽ പാൽപ്പൊടിയാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ശീതകാലത്ത് കൂടുതലായി എത്ര പാൽ ഉൽപ്പാദിപ്പിച്ചാലും ആ പാൽ മുഴുവനും തന്നെ, അധികം വരുന്ന പാൽ മുഴുവനും പാൽപ്പൊടിയാക്കി മാറ്റി സൂക്ഷിക്കാനും എപ്പോൾ വേണമെങ്കിൽ അത് തിരിച്ച് പാലാക്കി മാറ്റാനും കഴിയുന്ന രീതിയിലേക്ക് ആനന്ദിലെ ആ ഡയറി വളർന്നു. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ KDCMPUവിൻ്റെ കീഴിൽ തന്നെ അമുൽ എന്ന ബ്രാൻഡും ഉണ്ടാക്കി. ആ ബ്രാൻഡിൻ്റെ കീഴിൽ വെണ്ണ, നെയ്യ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പാലുൽപ്പന്നങ്ങൾ. അമുലിൻ്റെ എംബ്ലമായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് സുപരിചിതമാണ്. ചുവന്ന വലിയ പുള്ളികളുള്ള ഒരു വെളുത്ത ഫ്രോക്കിട്ട കുസൃതി കൊടുക്ക. അവൾ അങ്ങനെ ഭാരതത്തിലെ ഓരോ കുടുംബത്തിൻ്റെയും ഓമനയായി മാറി.
അങ്ങനെ ഇരിക്കുമ്പോൾ ആനന്ദിലെ പുതിയ ഡയറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ എത്തി. അപ്പോൾ കുര്യൻ ഒരു ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. പ്രധാനമന്ത്രിയെ ഒരു ക്ഷീര കർഷകൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെ കർഷകരുടെ ജീവിതം അടുത്തറിയാനും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ പരിഹാരങ്ങളെപ്പറ്റി ചിന്തിക്കാനും എല്ലാം ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കഴിഞ്ഞു. അവിടെ വെച്ചാണ് ഭാരതത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രി രൂപപ്പെടുത്തിയത്, ജയ് ജവാൻ ജയ് കിസാൻ. അങ്ങനെ വളരെ സന്തുഷ്ടനായ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി കുര്യനോട് ഒരു കാര്യം നിർദ്ദേശിച്ചു. ഈ മോഡൽ, ആനന്ദ് മോഡൽ രാജ്യം മുഴുവനും വികസിപ്പിക്കുക, രാജ്യം മുഴുവനും വ്യാപിപ്പിക്കുക. അതിൻ്റെ ചുമതല വർഗീസ് കുര്യൻ ഏറ്റെടുക്കുക. അദ്ദേഹം സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഡൽഹിയിലെത്തിയ അദ്ദേഹം ഒരൊറ്റ നിർദ്ദേശമാണ് വെച്ചത്. NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നൊരു സ്ഥാപനം രൂപീകരിക്കണം. ആ സ്ഥാപനത്തിൻ്റെ കീഴിലായിരിക്കണം ഈ പദ്ധതി നടപ്പാക്കേണ്ടത്. ആ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ഡൽഹി ആയിരിക്കരുത്, അത് ആനന്ദായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഡൽഹിയിലാവുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥ ഭരണം വളരെ കൂടുതലാണ്, അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടും, ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കില്ല എന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ആ ഉദ്യോഗസ്ഥ ലോബിയുടെ മുഴുവൻ നീക്കങ്ങളെയും പരാജയപ്പെടുത്തി അദ്ദേഹം പ്രധാനമന്ത്രിയെ അത് ബോധിപ്പിക്കുകയും പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് സമ്മതം മൂടുകയും ചെയ്തു. അങ്ങനെ 1964 തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NDDB നിലവിൽ വന്നു. കുര്യൻ രാജ്യം മുഴുവനും സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ആനന്ദ് മോഡലിലുള്ള സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ചു. പുതിയ ടെക്നോളജികൾ, ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കൾ, അവയ്ക്കാവശ്യമായ തീറ്റപ്പുല്ല്, അങ്ങനെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസായങ്ങൾ ഇന്ത്യയിലുടനീളം വളർന്നു. അത് ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ തന്നെയായി. അതുകൊണ്ട് തന്നെയാണ് ഈ ധവള വിപ്ലവം എന്ന പദ്ധതിയുടെ ഇംഗ്ലീഷ് പേര് ഓപ്പറേഷൻ ഫ്ലഡ് എന്നായത്. അങ്ങനെയാണ് കേരളത്തിൽ മിൽമ രൂപീകരിച്ചത്, അങ്ങനെയാണ് തമിഴ്നാട്ടിൽ അവിൻ രൂപീകരിച്ചത്, അങ്ങനെയാണ് കർണാടകയിൽ നന്ദിനി ഉണ്ടായത്. ഇതെല്ലാം ആനന്ദ് മോഡൽ സഹകരണ സംഘങ്ങളാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ കർഷകരുടെ ജീവിത നിലവാരത്തിനെ പല മടങ്ങ് വികസിപ്പിച്ച ഒരു മഹാവിപ്ലവമായിരുന്നു ഈ ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം. 2-3 ഘട്ടങ്ങളിലായി ആ 1980കളുടെ അവസാനമായപ്പോഴേക്ക് 1 ബില്യൺ ലിറ്റർ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയും ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക രാജ്യമായി മാറുകയും ചെയ്തു. നോക്കൂ സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ജോലി എന്നതിലുപരിയായി തൻ്റെ ആ ജീവിത ദൗത്യം തിരിച്ചറിഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉണ്ടായ വിപ്ലവമാണിത്. നമുക്ക് പലപ്പോഴും അതിശയം തോന്നാറില്ലേ? ISRO, ആണവ വകുപ്പ്, ഇതേപോലെ ഡയറി ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഈ മേഖലകളിൽ അസാമാന്യമായ നേട്ടങ്ങൾ കൈവരിച്ച ഭാരതത്തിന് എന്തുകൊണ്ട് പല മേഖലകളിലും അതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനാകുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ നിന്ന് നല്ലൊരു വിമാനമുണ്ടാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ നല്ലൊരു ക്യാമറ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പല ടെക്നോളജികളും ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? ഇവിടെ പ്രതിഭയുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്, പ്രതിഭയുള്ള എഞ്ചിനീയർമാരുണ്ട്, പ്രതിഭയുള്ള വ്യക്തികളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചില മേഖലകളിൽ നാം വളരെ വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ചില മേഖലകളിൽ നാം പിന്നോക്കം പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ISRO സ്ഥാപിച്ചതും വികസിപ്പിച്ചതും വളർത്തിയതും വിക്രം സാരാഭായ് എന്ന ധിഷണാശാലിയാണ്. ഭാരതത്തിൻ്റെ ആണവ വകുപ്പിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഹോമി ഭാഭയാണ്. നമ്മുടെ ഡയറി സയൻസിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇവരെല്ലാം തങ്ങളുടെ ഉത്തരവാദിത്വം ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു സമർപ്പണമായിട്ടും സേവനമായിട്ടുമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലെല്ലാം അസാമാന്യമായ വളർച്ചയുണ്ടായതും. എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ സർവ്വ മേഖലകളിലും ഭാരതം ഇതുപോലെ വളരുമായിരുന്നു. അതിൻ്റെ കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. മറ്റൊരു വലിയ സന്ദേശം കൂടി ഈ കുര്യൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മിൽ എത്ര പേർക്ക് നാം ആഗ്രഹിച്ച, നാം പഠിച്ച അതേ വിഷയത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? മിക്ക ആൾക്കാർക്കും നിരാശ ബാധിച്ച് അവസാനം സ്വയം ശപിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്.
വർഗീസ് കുര്യനും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച ഒരു കരിയറിലല്ല അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിച്ചത്. തുടക്കത്തിൽ അദ്ദേഹം നിരാശനായിരുന്നു. എന്നാൽ തൻ്റെ ജീവിത ദൗത്യം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയായി മാറുകയായിരുന്നു. അവിടെ അദ്ദേഹം ഇതിഹാസങ്ങൾ രചിച്ച ചരിത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. ആത്മാർത്ഥതയും സമർപ്പണവും ഉണ്ടെങ്കിൽ ആർക്കും അത്ഭുതങ്ങൾ തീർക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജീവിതം. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു എന്ന കാര്യത്തിലും നമുക്ക് അഭിമാനിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഗീസ് കുര്യൻ വിവാഹിതനായി നവവധുവിനെ കൂട്ടി ആനന്ദിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മെൻറ്ററും അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും ഒക്കെയായിരുന്ന മണിബൻ പട്ടേൽ, സർദാർ പട്ടേലിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ഈ ഡയറി തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആദ്യ ഭാര്യയിൽ നിന്നും അദ്ദേഹത്തെ വേർപെടുത്താൻ ശ്രമിക്കരുത്. അത് രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കും. ഈ വാക്കുകളിൽ തന്നെ കുര്യൻ ആരായിരുന്നുവെന്നും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ക്ഷീരമേഖലയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ വീഡിയോ തയ്യാറാക്കിയത് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ആത്മകഥയായ ഐ ടു ഹാഡ് എ ഡ്രീം എന്ന പുസ്തകത്തിനെ ബേസ് ചെയ്താണ്. കഴിയുമെങ്കിൽ എല്ലാവരും ആ പുസ്തകം വാങ്ങി വായിക്കാൻ ശ്രമിക്കുക. ആ പുസ്തകവും അതിൽ നിന്ന് കിട്ടുന്ന അറിവും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ മഹാസംവിധായകനായ ശ്യാം ബെനഗൽ ഡോക്ടർ കുര്യൻ്റെ ഈ മിഷനെ പറ്റിയും ഓപ്പറേഷൻ ഫ്ലഡിനെയും ഒക്കെ ബേസ് ചെയ്ത് ഒരു സിനിമയും എടുത്തിട്ടുണ്ട്. മന്ഥൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കാണാൻ കഴിയും. എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക, ഈ സിനിമയും കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.